എല്ലാവർക്കും നമസ്കാരം. ദേവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഗയിൽ തന്നെ പ്രാണായാമം, ധ്യാനം ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. മുഴുവനായിട്ടില്ലെങ്കിലും ചെറിയ ഏറ്റവും അത്യാവശ്യമായ ചില പ്രാണായാമങ്ങൾ, മെഡിറ്റേഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയം മുദ്രയാണ്. മുദ്ര തെറാപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ യോഗയിൽ തന്നെയുള്ള മുദ്ര ചികിത്സയുടെ ഭാഗമായി 2 മുദ്രകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നീ എൻ്റെ ഹൃദയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമാണ് നീ എന്നൊക്കെ വളരെ പ്രണയാർദ്രമായി നമ്മൾ പറയും ഇല്ലേ? ആലങ്കാരികമായി പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ വാക്കായിരിക്കും നീയാണ് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. നിന്നിലാണ് എൻ്റെ ഹൃദയം എന്നൊക്കെ പറയുന്നത് അല്ലേ? അതെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതിലെ ആദ്യത്തെ മുദ്ര ഹൃദയമുദ്രയാണ്. മൃതസഞ്ജീവനി മുദ്ര, അപാനവായ മുദ്ര എന്നൊക്കെ പറയുന്ന ഹൃദയമുദ്രയാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത്. നമുക്കൊരു പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട, ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ഹൃദയം എന്നതുകൊണ്ടാണ് അതിനേക്കാൾ മുകളിലാണ് നിനക്ക് അല്ലെങ്കിൽ നീ എനിക്ക് എന്ന് പറയാനാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അതായത് ആ ഒരു വാക്കിനോളം, ആ ഒരു അവയവത്തിനോളം പ്രാധാന്യമുള്ള മറ്റൊന്നും നമ്മുടെ ലൈഫിലില്ല. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ സിമ്പിളായിട്ട് നമ്മൾ ഹൃദയത്തെ പറയുന്നത് അല്ലേ? അപ്പം ആ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ പല വിധത്തിലുള്ള എക്സസൈസുകൾ, യോഗ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കയ്യിന് വേണ്ടി, കണ്ണിന് വേണ്ടി, മൂക്കിന് വേണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഹൃദയത്തിന് വേണ്ടി മാത്രം, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി, ഹൃദയ ആരോഗ്യം നിലനിന്നാൽ ആ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ലൈഫും സക്സസ്ഫുള്ളായി. നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ? സ്ട്രെസ് ഏറ്റവും കൂടുതൽ കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. അതുകൊണ്ടാണ് ഹൃദയം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്നത് അല്ലേ? ഒരു പക്ഷേ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമായി മാറിക്കഴിഞ്ഞു ഹാർട്ട് അറ്റാക്ക് വരുന്നത് അല്ലേ? അറ്റാക്ക് വരിക എന്ന് പറയുന്നത്, ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത്, ഹൃദയഭിത്തികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞു ഇന്ന്. നമുക്കതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്ന ഹൃദയമുദ്ര. എത്ര സിമ്പിളാണെന്ന് നോക്കൂ. ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് അസുഖമുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റും മുദ്ര. 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയാണ് ഒരു മുദ്രയുടെ സമയം. ആ സമയം 45 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണമെന്നില്ല. മറിച്ച് 15 മിനിറ്റ് 15 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ഒരു 3 തവണയൊക്കെ ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഇനി ചെയ്യുമ്പോഴോ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നത് പോലെ ഏറ്റവും ബെറ്റർ എംപ്റ്റി സ്റ്റൊമക്ക് തന്നെയാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചെയ്യാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. എപ്പോഴും അങ്ങനെ നമുക്ക് സാധിക്കില്ല, എങ്കിലും രാവിലെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിവർന്നിരിക്കുക, നട്ടെല്ലാം നിവർന്നിരിക്കുക, നമ്മൾ 2 തുടകളിലും മുദ്ര പിടിച്ചിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഇരിക്കേണ്ടത്. ഇനി ഹൃദയമുദ്ര എങ്ങനെയാണെന്ന് പഠിക്കാം നമുക്ക്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തള്ളവിരലിനോട് മടക്കി വയ്ക്കും കേട്ടോ. എന്നിട്ട് ബാക്കി 2 വിരലുകൾ കൂടി വിരൽ തുമ്പ് കൊണ്ട് തള്ളവിരലും നമ്മുടെ മോതിരവിരലും നടുവിരലും ചേർത്ത് ദാ ഇങ്ങനെ പിടിച്ചു. ചുള്ളിവിരൽ അല്ല, നമ്മുടെ ചെറുവിരലെ ദാ ഇങ്ങനെ നിവർത്തി പിടിച്ചു. കാണുന്നുണ്ടാവും ഇല്ലേ? ഇങ്ങനെ. ഇതാണ് ഹൃദയമുദ്ര. സിമ്പിളല്ലേ പിടിക്കാൻ? ഒന്നുകൂടെ കാണിക്കാം. വിരൽ ദാ ഇൻഡെക്സ് ചുരുട്ടി വെച്ചു, മടക്കി വെച്ചു കേട്ടോ. ഇൻഡെക്സ് തള്ളവിരലിനോട് മടക്കി വെച്ചു. ബാക്കി 2 വിരലും തള്ളവിരലിനോട് ചേർത്ത് പിടിച്ചു. വിരൽ തുമ്പിൽ ചേർത്ത് വെച്ചു. നമ്മുടെ ചെറുവിരൽ നിവർത്തി പിടിച്ചു. എന്നിട്ട് ഇത് രണ്ടും നമ്മുടെ കാലിൻ്റെ തുടയിൽ വെച്ച്
നിവർന്ന് കണ്ണുകളടച്ച് നമ്മളിരിക്കാം. കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് സമയം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനായി. ഏറ്റവും ആദ്യ ദിവസം തന്നെ 15 മിനിറ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഹൃദയാരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ പാൽപിറ്റേഷൻ കുറയ്ക്കും, ഹൃദയമിടിപ്പ്, അതിവേഗതയിലുള്ള ഹൃദയമിടിപ്പ് കുറയ്ക്കും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, പിന്നെയോ നമ്മുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കും. അങ്ങനെ ഹൃദയത്തിന് ആരോഗ്യകരമായ ഒരു ഹൃദയത്തെ സമ്മാനിക്കാൻ, അതിനെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പണികളൊക്കെ ചെയ്യാൻ, ബ്ലോക്കൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം കൊടുക്കാനാണ് നമ്മൾ ഹൃദയമുദ്ര ചെയ്യുന്നത്. ഇനി വളരെ സീരിയസ് ആയിട്ട് ഹൃദയത്തിന് അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരാളോട് നമ്മൾ ഹൃദയമുദ്ര ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം അങ്ങനെയല്ല, നമ്മളിങ്ങനെ അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ മുദ്രയെ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാളോട് അതിനേക്കാൾ ബെറ്ററാണ് ഇത് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാൻ, നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഏതെങ്കിലും അല്ലേ വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിരിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനെ പിടിച്ച് നിങ്ങളിരിക്കാം ഒരു 15 മിനിറ്റ് സമയം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഒരു 2-3 തവണ ഇരുന്നാൽ അതൊരു ദിവസം 45 മിനിറ്റ് ആവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും ഹൃദയമുദ്ര ചെയ്താൽ. ഇതിൻ്റെ പേര് തന്നെ നോക്കൂ, ഹൃദയമുദ്ര, മൃതസഞ്ജീവനി മുദ്ര. മൃതസഞ്ജീവനി എന്താണ്? നമ്മുടെ മരണത്തിൽ നിന്ന് ആയുസ് കൂട്ടിക്കൊടുക്കാമെന്ന് നമുക്ക് ആർക്കും സാധ്യമല്ല. എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഈ മുദ്ര സഹായിക്കും. അപ്പം നമ്മൾ ആദ്യം പഠിച്ച മുദ്ര ഹൃദയമുദ്ര, മൃതസഞ്ജീവനി മുദ്ര, അപാൻവായ മുദ്ര എന്നൊക്കെ പറയുന്ന ഈ മുദ്രയാണ് നമ്മൾ പഠിച്ചത്. കിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന മുദ്ര വായുമുദ്രയാണ്. വായുമുദ്ര, വായു കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് വളരെയധികം ഉണ്ട് അല്ലേ? ഗ്യാസ് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറ് വീർക്കലും, ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റാതാവുക, ഭക്ഷണത്തിൻ്റെ ദഹനം നടക്കാതെയാവുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഡെയിലി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. യോഗ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ യോഗ പഠിക്കാൻ പോകാൻ പറ്റാത്ത ആളുകൾക്കും നമുക്ക് ഈ വായുമുദ്ര ചെയ്താൽ വളരെയധികം മാറ്റം ഉണ്ടാവും. അതുപോലെ നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ് റെഡിയാക്കാനും വളരെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ബോഡി ഒന്ന് റിലാക്സ് ആവാൻ ഈ വായുമുദ്ര വളരെ നല്ലതാണ്. നമ്മുടെ ജോയിൻറ്റ് പെയിനൊക്കെ മാറാനും വായുമുദ്രയുണ്ട്. ഈ വായു നമ്മുടെ ഗ്യാസിൻ്റെ ഉപദ്രവത്തിന് മാത്രമല്ല, നമ്മുടെ ജോയിൻറ്റ് പെയിൻ മാറാൻ, അതുപോലെ നമ്മുടെ ബോഡിയുടെ സ്റ്റിഫ്നെസ് ഒക്കെ കുറയാൻ, ഭയങ്കര സ്റ്റിഫായിരിക്കുന്ന ബോഡി ഉണ്ടാവും ചിലർക്ക് അല്ലേ, അതൊക്കെ മാറാൻ, ഈ ഗ്യാസിൻ്റെ ഉപദ്രവം മാറാൻ നമുക്ക് വായുമുദ്രയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ മുദ്ര ചെയ്തത് നമ്മൾ നേരത്തെ മുദ്ര പറഞ്ഞ പോലെ തന്നെ നട്ടെല്ല് നിവർത്തിയിരിക്കുക, നിവർന്നിരുന്നു കൊണ്ട് ചെയ്യാം. 15 മിനിറ്റ് തന്നെയാണ്. എല്ലാ മുദ്രകളും നമ്മൾ 15 മുതൽ 45 മിനിറ്റ് വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 15 മിനിറ്റ് മുതൽ നിങ്ങൾ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഏത് സമയത്താണോ ചെയ്യാൻ പറ്റുക ആ സമയത്ത് ചെയ്യാം. ഇനി ആ മുദ്ര പഠിക്കാം. വളരെ സിമ്പിളാണ്. ഇതാ ഈ നേരത്തെ കാണിച്ചതുപോലെ ഇൻഡെക്സ് വിരൽ നമ്മുടെ ഇതാ ഈ തള്ളവിരലിനോട് ചേർത്ത് വെച്ച് ബാക്കി 3 വിരലും നിവർത്തി പിടിച്ച വായുമുദ്രയെ നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് വായുമുദ്ര. ഈ ചുണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വെച്ചു, വിരൽ നിവർത്തി പിടിച്ചു, നമ്മുടെ 2 തുടകളിലും ചേർത്ത് വെച്ച് നിവർന്നിരുന്നാൽ ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇരിക്കുക അല്ലേ. 2 മുദ്രകളാണ് പഠിച്ചത്, ഹൃദയമുദ്ര, വായുമുദ്ര. ഈ 2 മുദ്രകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. ഹൃദയം, എല്ലാവരുടെ ഹൃദയവും ആരോഗ്യമുള്ളതായി തീരട്ടെ. ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും ഹൃദയമുദ്രയും വായുമുദ്രയൊക്കെ ചെയ്ത് അതിൻ്റെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം, നന്ദി.